ഹലോ വ്യൂവേഴ്സ്, ബി ലൈവ് വീൽസിലേക്ക് സ്വാഗതം. ഇന്ന് ബി ലൈവ് വീൽസിൽ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ടാറ്റ പഞ്ച് എന്ന ചെറിയ വലിയ വാഹനമാണ്. ഇതിനെ ചെറിയ വലിയ വാഹനം എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. കാരണം ഇത് സബ് കോമ്പാക്ട് സെഗ്മെൻറ്റിലുള്ള ഒരു SUV ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പന നേടിയ സബ് കോമ്പാക്ട് വിഭാഗത്തിൽപ്പെടുന്ന SUV ആണ് ടാറ്റ പഞ്ച്. ഞങ്ങൾക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിനായി നൽകിയത് തിരുവനന്തപുരത്തുള്ള ഡെറിക് മോട്ടോഴ്സാണ്. ഡെറിക് മോട്ടോഴ്സിലെ സന്തോഷ് ഈ വാഹനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കും. ഹലോ മിസ്റ്റർ സന്തോഷ്. പുറമെ നിന്ന് നോക്കുമ്പോൾ സ്റ്റൈലിഷായ ഒരു കോമ്പാക്ട് ഹാച്ച് ബാക്ക് ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ടാറ്റ പഞ്ച് ഒരു സബ് കോമ്പാക്ട് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ്. SUV-കൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രേമേറുന്നു എന്നതിനുള്ള തെളിവാണ് മറ്റ് പല വാഹന നിർമ്മാതാക്കളെയും പിന്തള്ളി ടാറ്റയുടെ ഈ കാർ 2,02,000 യൂണിറ്റുകൾ 2024 സാമ്പത്തിക വർഷം വിൽപ്പന നേടിയത്. ഒരു ചെറിയ വലിയ കാറാണ് പഞ്ച്. അകത്ത് നല്ല സ്ഥല സൗകര്യമുള്ള വാഹനമാണ്. ഡോർ തുറന്നിട്ട് അടയ്ക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വ്യക്തമാണ്. ഈ സെഗ്മെന്റിൽ 5 സ്റ്റാർ ക്രാഷ് ടെസ്റ്റ് റാങ്കിംഗ് ലഭിച്ച ഇന്ത്യയിലെ ഏക സബ് കോമ്പാക്ട് SUV ആണ് ടാറ്റ പഞ്ച്. 1199 cc എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ടാറ്റ പഞ്ചിന്റെ പെട്രോൾ വേരിയന്റിന് 18 മുതൽ 20 കിലോമീറ്റർ വരെ 1 ലിറ്റർ പെട്രോളിൽ മൈലേജ് ലഭിക്കുന്നു. 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനുള്ള ഈ വാഹനത്തിന് 87 bhp പവറും ലഭിക്കുന്നു. മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് വേരിയന്റുകളും ഈ കോമ്പാക്ട് SUV-ക്ക് ലഭ്യമാണ്. ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് നൽകുന്നതും ഈ വാഹനമാണ്. $266 ലിറ്റർ മുതൽ 300 ലിറ്റർ വരെ ബൂട്ട് സ്പേസ് നൽകുന്നതാണ് ടാറ്റ പഞ്ചിൻ്റെ പിൻഭാഗത്ത്. ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ കുഞ്ഞൻ വാഹനം നൽകുന്നത്. ഒരു ബട്ടൺ അമർത്തി വേണം പുറകിലത്തെ ടെയിൽ ഗേറ്റ് ഉയർത്താൻ. ആദ്യം അല്പം ബുദ്ധിമുട്ട് തോന്നിയാലും ഇത് കുറെ നാൾ വാഹനം ഉപയോഗിക്കുമ്പോൾ എളുപ്പത്തിൽ സാധിക്കും. ടെയിൽ ഗേറ്റ് ഉയർത്തുമ്പോൾ സുരക്ഷയ്ക്കായി വാർണിംഗ് ലൈറ്റുകളും ഹോൺ അലാറവും മുഴങ്ങും. കംഫർട്ടബിൾ ഡ്രൈവിംഗ് പൊസിഷനാണ് ഇതിലെ ഡ്രൈവിംഗ് സീറ്റ് നൽകുന്നത്. AC-യുടെയും മറ്റും കൺട്രോളുകൾ ഡ്രൈവർക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സൗകര്യമുണ്ട്. ഇത് AC-യുടെ ഫാനിന്റെ കൺട്രോളും ഫാസ്റ്റ് ആണ്. ഈ വാഹനത്തിൽ വിവിധ മോഡുകളിൽ പ്രവർത്തിക്കുന്ന AC-യും ഉണ്ട്. പെട്ടെന്ന് ക്യാബിൻ ഉൾവശം തണുപ്പിക്കാൻ സാധിക്കുന്ന എക്സ്പ്രസ് കൂളിംഗ് ഓപ്ഷനും. ഇതിന്റെ കൺട്രോളുകളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഡ്രൈവറിനും പാസഞ്ചറിനും ഒരേപോലെ എത്തത്തക്ക രീതിയിലാണ്. ഇപ്പോൾ ആർക്കും ഒന്ന് ഏന്തി വലിഞ്ഞൊന്നും ഇതിന്റെ ഒരു ബട്ടണിലും ഞെക്കേണ്ട ആവശ്യമില്ല. ഹസാർഡ് ലൈറ്റ് പോലും പാസഞ്ചർ സീറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. പിന്നെ അതേ പറഞ്ഞ ചാർജിംഗ് പോയിന്റ് ആണ്. ഐഫോണിന്റെ ചാർജിംഗ് 2 ഉണ്ടല്ലേ? ഒരു USB പവർ ഉണ്ട്, ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. അതെ, നമുക്ക് ഇവിടെയുണ്ട്. രണ്ടാമത് വേറെ, അത് പാസഞ്ചറിന് വേണ്ടിയാണോ അതോ പാസഞ്ചർ വേണ്ടിയാണ്? പുറകെ ഉണ്ടോ? വേറെ പുറകെ ഇല്ല. ഇപ്പോൾ 2 12 വോൾട്ട് ചാർജിങ് സോക്കറ്റുകൾ കൂടാതെ ഒരു USB ചാർജിങ് പോർട്ടും ഈ വാഹനത്തിന് ലഭ്യമാണ്. നല്ല റോഡ് വ്യൂവും ഇതിലെ സീറ്റിംഗ് പൊസിഷൻ നൽകുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ തന്നെ ട്രിപ്പ് മീറ്റർ, ഫ്യൂവൽ മൈലേജ്, ബ്ലൂടൂത്ത് കോൾ കണക്ട്, മ്യൂസിക് വോളിയം കൺട്രോൾ എന്നിവയുണ്ട്. അതിനാൽ ഡ്രൈവറിന്റെ കൈകൾ സ്റ്റിയറിംഗിൽ നിന്ന് എടുക്കാതെ തന്നെ കാറിലെ വിവിധ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഈ വാഹനത്തിന്റെ മറ്റ് ഒരു എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ്. ഇത് നമുക്ക് ദീർഘദൂര യാത്രകളിൽ ഡ്രൈവറിനും പാസഞ്ചറിനും ഒരേപോലെ കൈകൾ സുരക്ഷിതമായിട്ടും സുഖകരമായിട്ടും വെച്ച് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വേളയിൽ തന്നെ ഈ ആംറസ്റ്റും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ സെഗ്മെന്റിൽ തന്നെ മറ്റ് പല വാഹനങ്ങൾക്കും ലഭ്യമല്ല എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഞാനിപ്പോൾ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യം, എത്ര ഇടുങ്ങിയ സ്ഥലത്തും എത്ര ഇടുങ്ങിയ റോഡിലും ഈ വാഹനം അനായാസം നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. മറ്റ് പല വാഹനങ്ങൾക്കും കഴിയാത്ത ഒരു സവിശേഷതയാണ് ടാറ്റ പഞ്ചിന് കഴിയുന്നത്. ഇതൊരു സബ് കോമ്പാക്ട് SUV ആണെങ്കിലും നിങ്ങൾക്ക് ഇത് കേരളത്തിലെ ഇടുങ്ങിയ റോഡുകൾക്ക് തീർച്ചയായിട്ടും ഇണങ്ങുന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കും. ഇതിന്റെ റോഡ് വ്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ബോണറ്റിന്റെ ഇരുവശവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് തന്നെ വാഹനത്തിന്റെ ഇരുവശത്തും നമുക്ക് കാഴ്ച ലഭിക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇതിന്റെ റിയർ വ്യൂ മിററുകൾ വാഹനം നമുക്ക് പിന്നോട്ടെടുക്കാൻ നേരത്ത് നമുക്ക് തരുന്ന ആ വിഷ്വലിനോടൊപ്പം തന്നെ നമുക്ക് ഇത് റിയർ വ്യൂ ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ കൃത്യമായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ മാർക്കിങ്ങുകൾ പ്രകാരം നമ്മൾ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ അല്ലറ ചില്ലറ തട്ടുകളൊക്കെ ഒഴിവാക്കി നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ വാഹനം റിവേഴ്സ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇടുങ്ങിയ റോഡിലിട്ട് ആ വാഹനം നമ്മൾ കുറച്ച് നേരത്തെ തിരിക്കുകയുണ്ടായി.
അത് സാധാരണഗതിയിൽ വേറൊരു വാഹനമായിരുന്നെങ്കിൽ ഒരു 3-point ടേൺ ആവശ്യമായിട്ട് വരും അല്ലേ. 2-3 തവണയിലധികം നമ്മൾ വാഹനം മുന്നോട്ടും പുറകോട്ടും വാഹനം എടുക്കേണ്ടി വരും. പക്ഷെ ടാറ്റ പഞ്ചിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ച് തന്നെ നമുക്ക് അത് തിരിച്ചെടുക്കാൻ സാധിച്ചു. 15 ഇഞ്ച് അലോയ് വീലുകളാണ് ഇതിന്റെ ചില വേരിയന്റുകൾക്കുള്ളത്. കുറഞ്ഞ ടേണിംഗ് റേഡിയസ്, ഏത് ഇടവഴിയിലും അനായാസം ഈ വാഹനത്തിന് തിരിഞ്ഞു വരാൻ സാധിക്കും. ഈ സെഗ്മെന്റിലെ പല വാഹനങ്ങളെക്കാളും മെച്ചപ്പെട്ട സുരക്ഷാ സൗകര്യങ്ങൾ ടാറ്റ പഞ്ച് നൽകുന്നു. 187 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ വാഹനത്തിന് സിറ്റിയിലെ മോശം റോഡുകളിൽ നല്ല യാത്രാസുഖം നൽകാൻ സാധിക്കുന്നു. 6 ലക്ഷം രൂപയാണ് ടാറ്റ പഞ്ചിന്റെ ബേസ് മോഡലിന്റെ വില. അപ്പോൾ ടാറ്റ പഞ്ചിന്റെ വേഗത കൈവരിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഇതിന്റെ ത്രോട്ടൽ റെസ്പോൺസ് എന്നുള്ളത് സാധാരണ നമ്മളൊരു SUV-ക്കൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ലാഗ് അനുഭവപ്പെടുന്നില്ല. മാനുവൽ, AMT പെട്രോൾ, CNG, EV എന്നീ വേരിയന്റുകളിൽ ഈ വാഹനം ലഭിക്കും. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്ന് ടാറ്റ പഞ്ചിന്റെ പല ഉപയോക്താക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. ടാറ്റ പഞ്ചിന്റെ ഡീസൽ മോഡൽ ലഭ്യമല്ല എന്നതാണ് ഈ വാഹനത്തിന്റെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം. മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി ഡീലർ വീൽസിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.